ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണ ദിവസമായിട്ടോ, രാവിലെ തന്നെ അവിടെ നടക്കുന്ന കൊച്ചു ചെറിയൊരു ഫംഗ്ഷനിൽ ആനന്ദാണ് ആദ്യം വരുന്നത്. മൈക്കെടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. ഈ നടക്കുന്ന ഈ ഒരു ആഘോഷവേളയിൽ എല്ലാവർക്കും സ്വാഗതം. പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മൻ മാമനെ ഹൃദയം കൊണ്ട് സ്നേഹപൂർവ്വം സമ്മാനിക്കുന്ന ഒരു സർപ്രൈസാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മൈക്കൊക്കെ വെച്ച് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആര്യനും ആനന്ദും അതുപോലെ ആകാശും മീനാക്ഷിയും ശ്രീദേവിയും മിത്രയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡാൻസാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡാൻസും പാട്ടും ഒക്കെയാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ദേവി നമ്മുടെ ആനന്ദിനെ പോയി തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യാണ്. ആനന്ദിന് ഇഷ്ടമാവുന്നില്ല, എന്നാലും അവരുടെ ആ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു സ്നേഹത്തിൽ നമ്മൾ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് കേട്ടോ. അതാണ് ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങ് ആദ്യത്തെ ഈ ഒരു ഡാൻസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബാലന് ഒരു കോള് വരിക കേട്ടോ. അപ്പോൾ ബാലൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത്. ബാലേട്ടനല്ലേയും ചോദിക്കുകയാണ്. ഞാൻ സൗദാമിനിയാണെന്ന് പറയുകയും ചെയ്യാം കേട്ടോ. സൗദാമിനിയോ? എൻ്റെ അച്ഛനെ ബാലേട്ടനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാമേട്ടൻ്റെ മകളാണ്. അപ്പോഴാണ് ബാലന് മനസ്സിലാവുന്നത്, സൗദാമിനി രാമേട്ടൻ്റെ മകളാണെന്നുള്ളത്. എന്നിട്ട് ആ കുട്ടി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ധർമ്മൻ്റെ വിവാഹമാണെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ബാലേട്ടൻ്റെ വീട്ടുകാരെയൊക്കെ കുറിച്ച് പറയുമ്പോഴേ എൻ്റെ അച്ഛന് 100 നാവാണ് എന്ന് പറയാം. എന്നിട്ട് വീണ്ടും ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ധർമ്മൻ്റെ കല്യാണത്തിന് ഞാൻ കൂടി വന്നോട്ടെ? അല്ല, അത് ശരിയാവോ? അല്ല, അരുതെന്ന് ബാലേട്ടൻ പറഞ്ഞാൽ ഞാൻ വരില്ല. പിന്നെ രാമേട്ടൻ്റെ മകളോട് അങ്ങനെ പറയാൻ ബാലേട്ടനെ സാധിക്കുമോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വന്നോ, കുഴപ്പമില്ല എന്നിങ്ങനെ ബാലൻ പറയാണ്. അപ്പോൾ ആ കുട്ടി വീണ്ടും പറയണം, പക്ഷേ ഞാൻ വരുന്നത് ബാലേട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യം? പറഞ്ഞോ. അല്ല, അത് ഫോണിൽ കൂടെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല, നേരിട്ട് വരട്ടെ, അപ്പോൾ സംസാരിക്കാം. കല്യാണത്തിന് അന്ന് രാവിലെ തന്നെ ഞാൻ എത്തും. എനിക്ക് പറയാനുള്ളതെല്ലാം അപ്പോഴും ബാലേട്ടൻ കേൾക്കണം എന്ന് ആ കുട്ടി ഫോണിൽ കൂടെ പറയാണ്. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് ആ കൊച്ചു ഫോണും വെക്കുക കേട്ടോ. ബാലൻ അതോടുകൂടി ആശങ്ക തുടങ്ങി. എന്താവും സൗദാമിനിക്ക് പറയാനുള്ളത്? അതും രാമേട്ടൻ്റെ മകളായ സൗദാമിനിക്ക് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടാവോ എന്നുള്ള ആശങ്ക ബാലന് തോന്നി തുടങ്ങി. എന്നിട്ട് കൃഷ്ണമംഗലത്താണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇന്ദിരാമ മക്കളോട് എല്ലാവരോടും കൂടെ പറയുന്നുണ്ട്, ധർമ്മൻ്റെ വിവാഹം ഇത്ര അടിപൊളിയായിട്ട് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തൊരു നിറവായിരുന്നു, പാട്ടും ഡാൻസും കളിയും ഒക്കെ ആയിട്ട് ബാലൻ എന്ത് ഇതായിട്ടാ എല്ലാം നടത്തിയിരിക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്നവർ പറയാം. അപ്പോൾ ഉടനെ അനന്തൻ ചോദിക്കുന്നുണ്ട്, നമ്മളെ റിസപ്ഷന് വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനൊരു ചിന്ത ഇല്ലായിരുന്നു, എന്നാലും പ്രതീക്ഷിക്കാതെ നിങ്ങളും കൂടെ വന്നപ്പോഴേ ഭയങ്കരമായിട്ട് സന്തോഷമായി. പറയാതെ വന്ന് ധർമ്മനെ ഒന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. കല്യാണമൊക്കെ കഴിയട്ടെ, എന്നിട്ട് ധർമ്മൻ്റെ കയ്യിൽ ഞങ്ങളൊരു തുക കൊടുക്കുന്നുണ്ട് ബാലനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് അനന്തം പറയാണ്. അപ്പോൾ നമ്മുടെ അയാൾ വീണ്ടും പറഞ്ഞിട്ട്, നമ്മുടെ അനിയൻ്റെ കല്യാണ ചിലവല്ലേ, അതാകുമ്പോൾ ഞങ്ങളും കൂടെ വഹിക്കണമല്ലോ, ബാലൻ മാത്രം അങ്ങനെ ഇപ്പോൾ ചെയ്യണ്ട. ഉടനെ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയല്ലേ, അത് വേണം ഏട്ടാ, അല്ലെങ്കിൽ തന്നെ കല്യാണം നടക്കുന്നതിൻ്റെ മുഴുവൻ ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ പോകുന്നത് തന്നെ അച്ചുവേൻ്റെ അനന്തൻ്റെ നല്ല മനസ്സുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലവ് നമ്മൾ തന്നെ വഹിക്കണം, ഒരാൾ മാത്രമായിട്ട് അങ്ങനെ ക്രെഡിറ്റ് അടിക്കണ്ട എന്നും പറഞ്ഞ് ബാലനെ അവിടെ ഇരുന്നും കൊണ്ട് രാജശ്രീ കുറ്റം പറയാട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതൊക്കെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ നന്ദിതയും പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ, ആദ്യം കല്യാണം മംഗളമായിട്ട് നടക്കട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഉടനെ അനന്തം പറയാം, അവിടെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരായിട്ട് ഒരുത്തം വന്നിരുന്നില്ലേ, എന്താ അവൻ്റെ പേര് നന്ദനല്ലേ? അയ്യോ, അവൻ ഇത്തിരി ഓവറായിരുന്നു എന്നാണ് തോന്നുന്നത്, എല്ലാം അവൻ അങ്ങ് നിയന്ത്രിക്കും പോലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ പെണ്ണുങ്ങളും പറയാനുണ്ട്, ശരിയാ, ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത് പോലെ, എല്ലാവൻ്റെ അധികാരത്തിലാണ് നടക്കുന്നത്, അങ്ങനത്തെ ഒരു രീതി. പക്ഷേ അമ്മ പറയുന്നുണ്ട്, ആ കൊച്ച് ഓടി നടക്കുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. അപ്പോൾ അച്യുതൻ പറയണേ, എനിക്കത്ര പിടിച്ചില്ല, അവൻ കുറച്ച് ഓവറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ദിരാമ പറയാം, അങ്ങനെയൊന്നുമല്ല, അവൻ്റെ ആ ഒരു കാര്യവിവരമുണ്ട്, അതിൻ്റെ ഒരു മിടുക്ക അവൻ അവിടെ കാണിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ധർമ്മൻ എന്തായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അവൻ അത്രയും വലിയൊരു കാര്യമല്ല ചെയ്തത്, കിട്ടിയ തുകയെല്ലാം ഒരു പാവം പെണ്ണിന് സംഭാവന ചെയ്തു. അപ്പോൾ അനന്തം പറഞ്ഞിട്ട്, നല്ല മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അമ്മേ എന്ന് അനന്തം പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ധർമ്മന് കിട്ടിയ പൈസ ഒരു പാവപ്പെട്ട കൊച്ചിന് കൊടുത്തു എന്നുള്ളത് അത് ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണെങ്കിലും അച്യുതൻ്റെ മുഖം മാത്രം ഇങ്ങനെ വക്ര പോലെ കോടി പോകുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. എന്നിട്ട്
കല്യാണം നാളെ രാവിലെയാണ്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാം സമാധാനമായി എന്ന് അമ്മ പറയാം. അപ്പോൾ ഇത്രയും രാത്രിയായിട്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദിത പറയുന്നുണ്ട്, ഇത്രയും സമയമായല്ലോ, അലോക് എവിടെ പോയി, കാണാനില്ലല്ലോ. ആ അത് ശരിയാണല്ലോ, ഇവനിത് എവിടെ പോയി? പക്ഷേ അവൻ ചിലപ്പോൾ അവിടെ എങ്ങനെ കാണും എന്നെല്ലാവരും പറയണമെങ്കിലും അച്യുതനും രാജശ്രീക്കും പെട്ടെന്ന് മോഹം അങ്ങ് മങ്ങിപ്പോവാട്ടോ. ഇവർക്കറിയാമല്ലോ കാര്യം എന്താണെന്ന്. എന്നിട്ടും അവർ പറയുന്നൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം തുടങ്ങാം. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഓരോരുത്തരെയും ബാലൻ സ്വീകരിച്ച് അവിടെ കൊണ്ട് വയ്ക്കുക കേട്ടോ, ഇരുത്താണ്. ആ സമയത്ത് നമ്മുടെ അച്യുതനും അനന്തനും ഒക്കെ കല്യാണം രാവിലെ ഇങ്ങനെ വരുവാണ്. ബാലൻ വഴി കയറുന്ന എൻട്രിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്ന കൂട്ടിൽ അവരോടും ചിരിച്ച് സ്വീകരിക്കുക കേട്ടോ അകത്തേക്ക് വരാൻ. പക്ഷേ കടന്നൽ കുത്തിയതുപോലെ ബാലൻ്റെ മൂത്ത് പോലും നോക്കുന്നില്ല. വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അവരങ്ങ് അകത്തേക്ക് കയറി പോവാട്ടോ. ബാലൻ അത് പെട്ടെന്നൊരു വിഷമമാവണുണ്ട്. അത് കഴിഞ്ഞ് ഉദയഭാനു വരുവാട്ടോ. ഉദയഭാനുവിനെ അവർ പിടിച്ചുകൊണ്ട് അടിയും ഇടിയൊക്കെ കൊടുത്തൊരു കയ്യെ ഒടിച്ചൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. രാവിലെ തന്നെ എല്ലാവരും കല്യാണ ദിവസമായിട്ട് നീല സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീകലയാണെങ്കിൽ അവിടെ നിൽക്കണം കേട്ടോ. ആ സമയത്ത് ഉദയഭാനു അങ്ങോട്ട് വരുവാണോ. അയ്യോ ഉദയഭാനുട്ടാ, ഇത് എന്താ പറ്റിയത് കൈക്ക്? എടി എൻ്റെ കൈ തീരെ വയ്യടി, എൻ്റെ കൈ ഇന്നലെ അവന്മാർ പിടിച്ചുകൊണ്ട് പോയിട്ടേ ഓടിച്ചോ കൊള്ളാം. എൻ്റെ വായൊക്കെ നോക്കിക്കേ, വായിൻ്റെ ഈ സൈഡൊക്കെ നീരടിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എടി ഇന്നലെ ഇവിടുന്ന് എന്നെ കൊണ്ടുപോയി അമ്മമാരെ ഗോഡൗണിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ആ പലിശക്കാരനും ഗുണ്ടകളും എല്ലാം കൂടി ശരിക്കും എന്നെ പെരുമാറി. എൻ്റെ കൈ ഒടിച്ചു, പിന്നെ എൻ്റെ വായും. ഒരാഴ്ചയ്ക്കുള്ളിൽ പൈസ കൊടുക്കണം, എന്നാലേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. ഒരാഴ്ചയ്ക്ക് നമ്മൾ എങ്ങനെ കൊടുക്കും അതേട്ടാ? ഉടനെ ഉദയഭാനു പറയാം, എടിയും അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? പെട്ടെന്ന് എന്നെ പോക്കറ്റിൽ നിന്നൊരു സംഭവം എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു QR കോഡ് അക്കൗണ്ടിൻ്റെ അതെടുത്ത് വെച്ച് കഴുത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉടനെ അവരെന്ത് ചെയ്യും, ഇതെന്താ സാധനം? ഈ QR കോഡ് നോക്കുമ്പോൾ ആളുകളെല്ലാം നോക്കുമ്പോൾ അതിൽ പൈസ ഇടുമല്ലോ, അങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ വരുമല്ലോ. ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ. കള്ളം കാണിക്കാൻ ഇത്രയൊക്കെ ആയാലും അയാളുടെ കള്ളത്തരം നിൽക്കത്തില്ല. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഉദയഭാനു ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് ഈ QR കോഡ് വെച്ചിട്ട് പൈസ ഇടാനായിട്ട്. അപ്പോൾ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അവന്മാരോട് ചോദിക്കാം, അതെ നിങ്ങൾ പ്രസൻറ്റേഷൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലെങ്കിലേ വാങ്ങാനൊന്നും പേടിക്കണ്ട, ഇതിലോട്ട് അങ്ങനെ പൈസ ഇട്ടാൽ മതി, ഞാൻ വാങ്ങി വരാമെന്ന് പറയും. QR കോഡ് അങ്ങോട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അവന്മാർ പറയാം, ദൈവമേ ഇത്രയ്ക്കൊന്നും തറയാവല്ലേ എന്നും പറഞ്ഞിട്ട് പോവാണ്. ഇതെല്ലാം നമ്മുടെ ആനന്ദ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആനന്ദ് വിചാരിക്കണം ഇയാളിത് എന്ത് പണിയാണ് കാണിക്കുന്നത്. അതോടുകൂടി ആനന്ദിനെ കാണാതെ തന്നെ ഉദയഭാനു തിരിച്ച് ആനന്ദിനോടും പോയി പറയുന്നുണ്ട് കേട്ടോ, എന്തേ പ്രസൻറ്റേഷൻ വാങ്ങിച്ചില്ലേ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചമ്മി പോവാണ്. ദേഷ്യം കൊണ്ട് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലണം കേട്ടോ. ഈ സമയത്ത് അച്യുതനും അനന്തനും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നന്ദൻ അവിടെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ആ സമയത്ത് ഇവിടെ അച്യുതനോട് അലോക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛാ ഇന്നലെ എന്നെ അടിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരുത്തൻ, ദേ നിൽക്കുന്നവനാണ്, അവനാണ് എന്നെ തല്ലിയത്. ശരി, ഇപ്പം എന്തായാലും നമുക്കൊന്നും മിണ്ടണ്ട, അവനുള്ള പണി നമുക്ക് കൊടുക്കാം. എന്തായാലും കുറച്ച് സമയം കഴിയട്ടെ, കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊന്നും. അപ്പോൾ മീനാക്ഷിയും ഇത്രയും ഒക്കെ അങ്ങോട്ട് വരുവാട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദയഭാനുവിനെ അയ്യോ അങ്കിളെ എന്ത് വെച്ച് കൈക്ക്? അതെ, പെട്ടെന്ന് ശ്രീകല പറയാണ് ബാത്റൂമിൽ വീണെന്ന്, അയാൾ പറയണത് മുറ്റത്ത് വീണെന്ന്. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി, എന്താ ഈ പറയണേ? രണ്ടുപേരും കൂടെ ചമ്മിപ്പോയി. ഉടനെ ഉദയഭാനു പറയാം, മോളെ ബാത്റൂമിൽ നിന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അങ്ങ് വീണു, അത് തന്നെ. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയായിക്കോളും. അത് ശരി. അങ്ങനെ ഉദയഭാനു അവരെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടുക കേട്ടോ. എന്നിട്ടും ശ്രീകലയും മീനാക്ഷിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവുകയാണ്. സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അവിടെ നിന്നാൽ പിന്നെ അവർ കണ്ടുപിടിച്ചാലോ എന്നും വെച്ചിട്ടാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് വീണ്ടും വരുവാണ്. ആരാ? നമ്മൾ ആനന്ദ്. ദേവി അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ വന്നിട്ട് ചോദിക്കാം, എടി നീ എന്താടി കാണിക്കുന്നത്? ദേ ഫംഗ്ഷന് പോലും കണ്ടുപോകരുതെന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പോലും വന്നിരിക്കുന്നു, ആരും അറിയാണ്ട്. കണ്ടുപിടിക്കില്ലെന്ന് നീ വിചാരിച്ചു അല്ലേ? പിന്നെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോടി നീയും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നടക്കുന്നത്? അപ്പം എന്നിട്ട് പറയണ്ട, ദേവി പറയാണ്, ആനന്ദേട്ടാ ഞാൻ അറിഞ്ഞില്ല അച്ഛനും അമ്മയും ഇവിടെ വന്നത്, എൻ്റെ അറിവോടുകൂടി അല്ല വന്നത്. അപ്പോൾ ആനന്ദ് ഒത്തിരി ഒന്ന് അയയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ ഇന്നലെ കൊടുത്തതാണ് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും, എന്നിട്ട് നാണം കെടുതി അവിടെ വന്ന് നിൽപ്പുണ്ട് കൈയും കെട്ടി. ഒരു ഉളുപ്പില്ലാത്ത കുടുംബം, ഒന്നാം തരം കുടുംബം തന്നെ നിൻ്റേതൊക്കെ. മതി എന്നൊക്കെ പറഞ്ഞു ആനന്ദ് അങ്ങോട്ട് കുറേ വഴക്ക് ദേവിക്ക് കൊടുക്കാം. എന്നിട്ട് നിൻ്റെ കള്ളക്കരച്ചിലൊന്നും എനിക്ക് കണ്ട. അച്ഛൻ്റെ കൈ ഒടിഞ്ഞിരിക്കണോണ്ടായിരിക്കും നിനക്ക് ഇത്ര സങ്കടമല്ലേ? അതൊന്നുമല്ല. പിന്നെ എൻ്റെ സങ്കടത്തിന് കാരണം എന്താണെന്ന് അതാണെന്ന് ആനന്ദേട്ടൻ എന്താ ഇത്ര ഉറപ്പ്? എൻ്റെ സങ്കടം എന്താണെന്ന് ആനന്ദേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ നിമിഷം ആനന്ദേട്ടനെയും ദേവമംഗലത്തെയും എല്ലാവരെയും വിട്ട് ഞാനിവിടുന്ന് പോകേണ്ടി വരില്ലേ? അത് ഓർത്തിട്ടാണ്.
ദേവി, നമ്മൾ ഒരുമിച്ച് ഇനി മുന്നോട്ട് പോവില്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നീ പോയി എന്നെ ആവണം എന്ന് ആനന്ദ് പറയാം. അപ്പോൾ വീണ്ടും ദേവി പറഞ്ഞിട്ട്, ആനന്ദേട്ടാ, ഒരൊറ്റ പ്രാവശ്യം എന്നോട് ക്ഷമിച്ചൂടെ? ആനന്ദേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. പറ, എന്നെ ഉപേക്ഷിക്കരുത് ആനന്ദേട്ടാ. ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്കറിയാം. പക്ഷേ ഒരേ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക ആനന്ദേട്ടാ എന്ന് പറയാം. ഇല്ല, നിന്നോട് ക്ഷമിക്കില്ല ഞാൻ. കാരണം വിശ്വാസവഞ്ചനയാണ് നീ കാട്ടിയത്. സ്നേഹത്തിലും അതിലെല്ലാത്തിനും അപ്പുറം ഒരു വിശ്വാസം, അത് തകർത്തത് നീയാണ്. അതിനി എനിക്ക് തിരിച്ചു വരില്ല ദേവി എന്നും പറഞ്ഞിട്ടും ആനന്ദ് അങ്ങോട്ട് പോവുക. വീണ്ടും ദേവി ആ കയ്യിലൊന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ച് മുറുക്കി അങ്ങൊരു പിടുത്തുന്നുണ്ട്. ആനന്ദ് എത്രയൊക്കെ വിടാൻ നോക്കിയിട്ടും ദേവിയുടെ കൈ വിടാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മുറുക്കം ആനന്ദിൻ്റെ കയ്യിലങ്ങ് ഇറുക്കി പിടിക്കുക. എന്നിട്ടും ആനന്ദ് ബലം പ്രയോഗിച്ച് ആ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് നേരെ ഒറ്റ പോക്ക് പോവാട്ടോ. എന്നിട്ട് ദേവി ചെന്ന് പിടിക്കണമെങ്കിലും തൊട്ടു പോകരുത് നീ എൻ്റെ ദേഹത്ത്. നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചത് എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, നിൻ്റെ മേലെ എനിക്ക് ഒരുപാട് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു കണ്ണാടി ഒരിക്കൽ നിലത്ത് വീണ് ഉടഞ്ഞാൽ അത് ഉടഞ്ഞത് തന്നെയാണ്. പിന്നീട് അത് കൂട്ടിച്ചേർക്കുക വലിയ പാടാ ദേവി. അതുകൊണ്ട് ഇതും ഉടഞ്ഞു പോയി. ഇനി അത് കൂട്ടിച്ചേർക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അങ്ങനെ പിരിഞ്ഞു പോവാട്ടോ. ഇതൊക്കെ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് നമ്മുടെ ദേവി കരയാണ്. അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാനായിട്ട് എപ്പിസോഡിൽ. ഇതാണ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്